റോഡിനെക്കാട്ടിലും താഴ്ന്ന ഭൂമിയിൽ എങ്ങനെ വീട് ചെയ്യാം എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് നമ്മൾ. റോഡിനെക്കാട്ടിലും ഒത്തിരി കോണ്ടൂർ വ്യത്യാസം, എഞ്ചിനീയർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കോണ്ടൂർ ഡിഫറൻസ് ഉള്ള സൈറ്റ് എന്ന് പറയാം. നമ്മൾ അതിൽ ഡി പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. നോർമലി ഒരു നോർമൽ പ്ലോട്ടിൽ, ഒരു ഹൈറ്റ് വ്യത്യാസം ഇല്ലാത്തൊരു പ്ലോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ നോർമലി ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, ഈ ഫസ്റ്റ് ഫ്ലോർ നമ്മൾ നേരെ സെല്ലാർ ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറിൽ അതേ ഫെസിലിറ്റി നമ്മൾ സെല്ലാർ ഫ്ലോറിലോട്ട് കൊടുത്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഇത്തരം പ്ലോട്ടുകൾ. അങ്ങനത്തെ ഒരു സൈറ്റാണെന്ന് നമ്മൾ ഇത്തരം ഹൈറ്റ് വ്യത്യാസമുള്ള ഒരു പ്ലോട്ടിൽ നമ്മൾ ഒരു വീട് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് നിർബന്ധമുള്ള ഒരു സാധനമാണ് റീറ്റെയിനിങ് വാള്. അത് കോൺക്രീറ്റിൽ നമ്മളെ ഉള്ളിലോട്ട് ഷെയർ ചെയ്യുന്ന, വീടിനായിട്ട് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ വീടിൻ്റെ വാളായി യൂസ് ചെയ്യുന്ന പോർഷനിൽ നമ്മൾ 100% വാട്ടർ പ്രൂഫായിട്ട് RCC റീറ്റെയിനിങ് വാൾ ചെയ്യും. കോൺക്രീറ്റിൻ്റെ ആസ് പെർ സ്ട്രക്ചറൽ അഡ്വൈസ് പ്രകാരമുള്ള ഒരു റീറ്റെയിനിങ് വാൾ. ഇതാണ് റീറ്റെയിനിങ് വാൾ കൊടുത്തിട്ടുള്ളത്. ഇതിന് നമ്മൾ ഉള്ളിലാണ് വാട്ടർ പ്രൂഫൊക്കെ ചെയ്യുക, ഒരിക്കലും ഇവിടെ അല്ല. കാരണം മണ്ണേറ്റ് വെള്ളവുമായി കോണ്ടാക്ട് അപ്പുറമായിരിക്കും. കാരണം അത് സെല്ലാർ ഫ്ലോറായി മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻഫിനിറ്റി വ്യൂ ആയിരിക്കും ഇത്തരം വീടുകളിലോട്ടൊക്കെ കിട്ടുക. നല്ല കോണ്ടൂർ വ്യത്യാസമുള്ള, ഇവിടെ ചെയ്താൽ നല്ല ഭംഗിയിൽ നമുക്ക് നല്ല പ്രൈവറ്റ് ഏരിയ കിട്ടും. ഇൻഫിനിറ്റി വ്യൂ ആയിരിക്കും. ഇപ്പോൾ ഹൈറ്റൊക്കെ മനസ്സിലാവും, ഒരു തെങ്ങിൻ്റെ ഉയരമാണ് ഏകദേശം താഴെ വീഴും. ആ ഒരു ഫീൽ തന്നെ നമുക്ക് വേറെ ഫീൽ തന്നെ ആയിരിക്കും. ഒരു ഇൻഫിനിറ്റി വ്യൂ പോയിന്റ് ഒരു സൈഡ് പൂർണ്ണം വരും. പക്ഷേ അതർ സൈഡ് സോയിൽ മണ്ണ് റീറ്റെയിൻ ചെയ്യുന്ന പോർഷനിൽ 100% അടഞ്ഞ ഒരു പോർഷനായിരിക്കും. അപ്പോൾ മാക്സിമം മറ്റേ നമുക്ക് കിട്ടുന്ന സൈഡ് മാക്സിമം ഓപ്പണിങ് കൊടുത്തിട്ട് എയർ സർക്കുലേഷൻ ഓക്കെ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ഒരു രീതി.